എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. പി വി അൻവറിന്റെ കാര്യം പറയുമ്പോ തട്ടിയും തടഞ്ഞു പോവാണ്. അങ്ങനെ പോകാൻ കഴിയോ? പി വി അൻവർ എന്താ പറഞ്ഞത്? UDF എന്നെ ഇപ്പോ നമ്മള് നേരത്തെ പുരാണത്തിലെ വായിച്ചിട്ടുള്ളത് എന്താ? നമ്മൾ രണ്ടാം മൂലത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാ പറ. പാണ്ഡവ പത്നി ദ്രൗപദിയെ കൗരവർ ദുശാസനും ദുര്യോധനൊക്കെ പോലെ വസ്ത്രാക്ഷേപം നടത്തുന്ന ഒരു കഥ പുരാണം ഇതിഹാസം നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് വസ്ത്രാക്ഷേപം പിന്നെ ഇന്ത്യയിൽ നടന്നത് പി വി അൻവറിനാ. അത് പറഞ്ഞ പി വി അൻവറാ. ഇപ്പൊ എന്ത് കണ്ട UDF വേണ്ടി ഈ നിലമ്പൂരിലെ ജനത വോട്ട് ചെയ്യേണ്ടത്? എനിക്ക് സംശയമുണ്ട്. DCC ഓഫീസ് ഉദ്ഘാടനത്തിന് ഫോട്ടോയിൽ പടത്തിൽ ചിത്രം വരാൻ വേണ്ടിയിട്ട് തള്ളി നിൽക്കുന്ന നേതാക്കന്മാരെ കണ്ടിട്ടോ? ഇനി ഒരു പതിറ്റാണ്ട് കാലത്തേക്ക് ഭരണം കിട്ടില്ല എന്ന് കേരളത്തിൽ ഉറപ്പുണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടി തല്ലുകൂടുന്ന കോൺഗ്രസിനെ കണ്ടിട്ടോ? അത്രയും വേണോ? അതോ തെരഞ്ഞെടുപ്പ് ഒരു വർഷം പോലും ഇല്ലാത്ത MLA സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേക്ക് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ വേണ്ടി കുപ്പായമിട്ടിറങ്ങുന്ന മൂത്ത നേതാവിനെയും യുവ നേതാവിനെയും കണ്ടിട്ടാണോ? പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് കൊള്ളസംഘം എന്ന് പറഞ്ഞു. അതിന് സത്യമല്ലേ? പറ. 9 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യത്തിന് കേരളം ഭരിക്കുന്നു. സഖാ പിണറായി വിജയൻ അതിന്റെ മുഖ്യമന്ത്രിയായി നാടിനെ നയിക്കുന്നു. ഈ 9 കൊല്ലത്തിനിടക്ക് മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം കൊണ്ടുവരാനോ? ഒരു ഡസനോളം വരുന്ന ED ഉൾപ്പെടെയുള്ള CBI ഉൾപ്പെടെയുള്ള കസ്റ്റംസ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ വന്ന് അന്വേഷിച്ചിട്ടും പിണറായി വിജയന്റെ അല്ല, ഒരു മന്ത്രിയുടെ അല്ല, CPIM-ന്റെ ഒരു സാധാരണക്കാരിയായ അനുഭാവിയുടെ രോമത്തിൽ തൊടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? എന്തോ എങ്ങനെ കരുവന്നൂർ കേസിൽ പീതാംബരൻ അടക്കമുള്ളവർ ജയിലിൽ കഴിഞ്ഞത് എന്തിനാണ്? അത് പിന്നെ ജനങ്ങളെ കരുവന്നൂർ കേസിൽ എന്തിനാണ് ഇപ്പോൾ നേതാക്കളെ എത്ര കേസുകൾ നിങ്ങൾക്കെതിരെ അഫ്സലിന് മറുപടി പറയും. എന്തിനാണ്? ജില്ലാ സെക്രട്ടറിമാർക്കെതിരെയാണ്. ലീഡറും സ്ഥിരം സ്വഭാവം കാണിക്കരുത്, കൂവരുത്, സംവാദമാണ്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. കരുവന്നൂർ കേസിൽ എന്തിനാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ പ്രതിയായിട്ടുള്ളത്? പീതാംബരൻ അടക്കമുള്ളവർ ജയിലിൽ കഴിഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ അനുഭാവികളോട് അഭ്യർത്ഥിക്കാനുള്ളത്, പല പ്രകോപനം അവർ കാണിക്കും, അവർക്കതാണ് വേണ്ടത്. ചർച്ച നടക്കാതിരിക്കുകയാണ് വേണ്ടത്. ചർച്ച നടക്കണം. വളരെ പെട്ടെന്ന് മറുപടി. ഇതിൽ ഒരു സത്യസന്ധതയുമില്ലാത്ത അന്വേഷണമാണ് നടന്നതെന്നും ഇവർ തെറ്റു ചെയ്തു എന്ന് തെളിയിക്കാനാകാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തുന്നു എന്നും ബഹുമാനപ്പെട്ട കോടതി ജാമ്യം നൽകി ED-യുടെ കുറ്റപത്രത്തിനെതിരെ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? ഇവിടെ കൂടിയിരിക്കുന്ന സാധാരണ വോട്ടർമാരാണ്. നിങ്ങളുടെ അവസരത്തിൽ പറഞ്ഞോ? ഏറ്റവും ഒടുവിൽ പച്ചക്കളവാണ് ഈ പറയുന്നത്. പച്ചക്കളവ്. ഇവൻ ശരിയല്ല. അവനല്ല ശരിയല്ലാത്തത്, നീയാ. കരുവന്നൂർ കേസിൽ തൃശൂരിലെ 3 മുൻ ജില്ലാ സെക്രട്ടറിമാരെ, CPM ജില്ലാ സെക്രട്ടറിമാരെ ED പ്രതി ചേർത്തിരിക്കുന്നു. അതിൽ LDF പ്രതിനിധിയുടെ മറുപടിയാണ്. ED-യെ പറ്റി എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ED നടത്തുന്ന ഇടപെടലെല്ലാം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറലിസത്തിന്റെ വെല്ലുവിളിയാണെന്നാണ്. ED CPM-നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയാണ് പ്രതിയെടുത്തിട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഈ RSS-ന്റെയും BJP-യുടെയും കിങ്കര പണിയെടുക്കുന്ന ED-യുടെ കെട്ടുകഥയെ പൊട്ടിച്ച് സംശുദ്ധ രാഷ്ട്രീയത്തിൽ തെളിമ കാണിച്ച് കരുവന്നൂർ ബാങ്കിനെ ഈ പ്രതിസന്ധിയിലാക്കിയ കോടികൾ എവിടെ പോയി? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കരുവന്നൂർ ബാങ്കിൽ മാത്രമല്ല, കേരളത്തിൽ ഇവിടെ മലപ്പുറത്ത് ഒരു എയർ നഗർ ബാങ്ക് ഉണ്ടല്ലോ. കേരളത്തിലെ ചില സഹകരണ സംഘങ്ങളിൽ തെറ്റായ രീതികൾ നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന സംഘങ്ങളിലാണ് 90% കണക്കും പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ഭരിക്കുന്ന CPM ഭരിച്ച സംഘങ്ങളിലും അതുണ്ടായിട്ടുണ്ട്. അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ മുൻകൈ എടുത്തത് പോലീസിന് മുമ്പിലേക്ക് എത്തിച്ചു. ആ തട്ടിപ്പിനെ ഒളിപ്പിച്ചു വെക്കാൻ CPM തയ്യാറായിട്ടില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. 2016 ഈ ബാങ്കിലെ മാനേജർ ശ്രീലത പോലീസിൽ കൊടുത്തൊരു പരാതിയിൽ നിന്നാണ് കേസ് തുടങ്ങുന്നത്.
അപ്പോൾ അതിലേക്ക് അന്വേഷണം പോകുന്നു. എന്താ കണ്ടുപിടുത്തം? CPM-ന്റെ 7 നേതാക്കന്മാർ, CPM-ന്റെ 3 ജില്ലാ സെക്രട്ടറിമാർ, 2 മുൻ മന്ത്രിമാർ, ഇപ്പോഴത്തെ CPM-ന്റെ ഏക കേരളത്തിലെ MP അടക്കമുള്ള ആളുകൾ പ്രതിയായിട്ടുള്ള കരുവന്നൂർ മോഡൽ തട്ടിപ്പ്. എന്താ ചെയ്തത്? ഓരോ ലോണും കൊടുത്തിരിക്കുന്ന സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവന്റെ പിച്ചച്ചട്ടിയിൽ നിന്നും അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം, ആ പണം വ്യാജ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളുടെ പേരിൽ അല്ലെങ്കിൽ കിട്ടിയ എല്ലാ ആളുകളുടെ ആധാർ കാർഡിന് മുകളിലും വ്യാജ ലോണുകൾ കൊടുത്ത് 300 കോടി രൂപയിലേറെ അഴിമതി നടത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇത് കള്ളന്മാരുടെ നേതാവിന്റെ പാർട്ടിയാണ്. കാരണം എന്താണ്? ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയായിട്ടുള്ള 375.6 കോടിയുടെ അഴിമതി ലാവലിൻ കേസ് ആരുടെ പേരാ സുഹൃത്തുക്കളെ? അത് പിണറായി വിജയന്റെ പേരിലാണ്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. വീണയുടെ പേരിൽ കേസില്ലേ? വീണയുടെ പേരിൽ അഴിമതികൾ കോടി രൂപയുടെ നിങ്ങൾക്ക് പൊള്ളും സഹോദര. കാരണം അഴിമതിയാണ് ഏറ്റവും വലിയ അഴിമതി നടത്തിയെന്ന് ഒരു കേസാണ് ലാവലിൻ കേസ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പോ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി വന്നതിന് ശേഷം ശ്രീ VS ജോയിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രണയകഥയിലെ ഫഹദ് ഫാസിലിന്റെ അതേ അനുഭവം, മുഖത്ത് ചോരയും നീരുമില്ല. ഇടതുപക്ഷത്തിന് രാഷ്ട്രീയം പറയാനുള്ള നിലമ്പൂരിൽ അതുകൊണ്ടാ വ്യക്തിപരമായ നാണാവില്ലോടോ എനിക്ക്. നല്ല ആരോഗ്യം ഉണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. പിണറായിനെ കുറിച്ച് ഇങ്ങനെ പുകയത്തുണ്ടല്ലോ ഓവറായിട്ട്. കഴിഞ്ഞ ദിവസം വയനാട്ടിലൊരു സംഭവം ഉണ്ടായി. ഈ ദുരിത ബാധിതര് 300 രൂപ ഡെയിലി വേതനത്തിന്റെ ഇതിൽ മാസവാടകയ്ക്ക് 9,000 രൂപക്കും വേണ്ടിയിട്ടൊക്കെ സമരം ചെയ്തു. ഒരാൾ പെട്രോൾ പിടിച്ചിട്ട് തീ കൊളുത്താൻ നിന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതൊക്കെ നിങ്ങളെ കൺമുന്നിലല്ല നടന്നത്. എന്നിട്ട് പിണറായി എന്നെ വലുത്, പിണറായി എന്നെ ആ പിരിച്ചു കൊടുത്ത പൈസക്ക് പോലും ഒരു മാന്യത കാണിക്കാത്ത ഒരു സർക്കാരല്ലേ ഇന്ന് കേരളം ഭരിക്കണേ. ഞാനൊരു കണക്ക് പറയാം. കഴിഞ്ഞ 9 വർഷത്തിനിടക്ക് 1800 കോടി രൂപയുടെ വികസന പ്രവർത്തനം നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ വായുനൂലും പറഞ്ഞാണ്ടല്ലോ. വികസനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കണാരൻ മേസ്ത്രി മക്കൾക്ക് സ്ഥലം ഓരി വെച്ച പോലെയാണ്. മകൾക്ക് ടൗണിൽ 3 ഏക്കർ, മകന് തിയേറ്ററും ഹോസ്പിറ്റലും, ഇതൊക്കെ കൂടി അവസാനം എവിടെയെന്ന് ചോദിച്ചപ്പോ എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ പോലെയാണ് കേരളത്തിലെ വികസനം എന്ന് പറയുന്നത്. പിന്നെ UDF പ്രതിനിധി ആദ്യം തന്നെ പറയുണ്ടായി 9 വർഷം മുന്നേ ഉണ്ടായിരുന്ന നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാനാണ് എന്നുള്ളത്. കാര്യം ഞാൻ പറയാം. നമ്മളെ രാധാ കൊലക്കേസ് UDFന്റെ ഓഫീസിൽ വെച്ച് അവിടെ അടിച്ചോരാൻ വന്ന പാവസ്ത്രീയെ നീചമായി കൊലപ്പെടുത്തി. അതിന്റെ പ്രതിയെ പിടിക്കാൻ വേണ്ടി ഞങ്ങള് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെയിലത്തിരുന്ന് സമരം ചെയ്ത ആൾക്കാരാണ്. ആണോ? ഭയങ്കര. എന്ന അന്നത്തെ കാലത്തെ പിന്നെ നിലമ്പൂരിനെ തിരിച്ചു പിടിക്കാൻ അതേ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ തിരിച്ചറിയും. ജനങ്ങൾ അത് എന്താണ് ആ പ്രതികളെ സഹായിക്കാൻ ഞങ്ങൾ മുന്തിയ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടില്ല. ആ പ്രതികളെ സഹായിക്കാൻ UDF കോൺഗ്രസോ ഒന്നും ചെയ്തിട്ടില്ല. ആ പ്രതികൾ ഇന്നും ജയിലിലാണ്. ഞങ്ങൾ സുപ്രീം കോടതിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്നിട്ടില്ല. കൊലക്കേസ് പ്രതികളെ സംരക്ഷിക്കാൻ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ല. അത്തരം പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒരൊറ്റ ചോദ്യം UDFന്റെ പ്രതിനിധിയോട്. ആത്മീയ വ്യാപാരവും തട്ടിപ്പുമാണ് പാണക്കാട് തറവാട്ടിൽ നടക്കുന്നതെന്നും അവിടെ പോയി റെയ്ഡ് നടത്താൻ എന്തുകൊണ്ടാണ് പോലീസ് തയ്യാറാകാത്തതും എന്ന് ചോദിച്ചത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആളാണ്. അയാൾക്ക് വോട്ട് ചോദിക്കാൻ എന്ത് ധാർമ്മികതയാണ്? ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞ P. സരിനെ പാലക്കാട്ട് മത്സരിപ്പിച്ച ആളുകളല്ലേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.